യേശുവിന്റെ വെളിപ്പാട് പുസ്തകം. രചയിതാവ് വെളിപ്പാടുകൾ എന്നല്ല ഇതിനെ വിളിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ലേഖകൻ ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. ഇത് യോഹന്നാനാണ് എഴുതിയത്. ഇത് സുവിശേഷങ്ങളും ലേഖനങ്ങളും രചിച്ച പ്രിയ ശിഷ്യനോ അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ട് ആദിമസഭകളിൽ ഉപദേശിച്ചിരുന്ന ഒരു മശിഹ യഹൂദ്യ പ്രവാചകനായ മറ്റൊരു യോഹന്നാനോ ആയിരിക്കാം. ഏത് യോഹന്നാൻ ആയിരുന്നാലും പ്രാരംഭ ഖണ്ഡികയിൽ തന്നെ എപ്രകാരമുള്ള പുസ്തകമാണ് എഴുതിയതെന്ന് വ്യക്തമാക്കുന്നു. പ്രാരംഭമായി ഇതിനെ വെളിപ്പാട് അഥവാ അപ്പോകാലിപ്സ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ യവനപദം അപ്പോകാലിപ്സിസ് എന്നാണ്. ഇത് എബ്രായ തിരുവെഴുത്തുകളിൽ നിന്നും മറ്റ് പ്രശസ്തമായ യഹൂദ്യ പുസ്തകങ്ങളിൽ നിന്നും യോഹന്നാന്റെ വായനക്കാർക്ക് വളരെ പരിചിതമായ ഒരുതരം സാഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രത്തെയും വർത്തമാന സംഭവങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വർഗീയ കാഴ്ചപ്പാട് വെളിപ്പെടുത്തുന്ന പ്രവാചകന്റെ പ്രതീകാത്മകമായ സ്വപ്നങ്ങളും ദർശനങ്ങളും ഈ അപ്പോകാലിപ്സുകൾ ആവർത്തിച്ചു പറയുന്നു. അങ്ങനെ ചരിത്രത്തിന്റെ അന്തിമ പരിണാമത്തിന്റെ വെളിച്ചത്തിൽ വർത്തമാനകാലത്തെ കാണുവാൻ കഴിയും. യോഹന്നാൻ പറയുന്നു, ഈ അപ്പോകാലിപ്സ് ഒരു പ്രവചനമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ ദൈവം ഒരു പ്രവാചകനിലൂടെ സംസാരിച്ച വാക്ക് എന്നാണിതിന്റെ അർത്ഥം. ഈ പുസ്തകത്തെ ഒരു പ്രവചനം എന്ന് വിളിക്കുന്നതിലൂടെ ഇത് ബൈബിൾ പ്രവാചകന്മാരുടെ സമ്പ്രദായത്തിൽ നിന്നുകൊണ്ട് അവരുടെ സന്ദേശത്തെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഈ ലോകാവസാനത്തിന്റെ മഹാദുരന്ത പ്രവചനം യോഹന്നാന് നേരിട്ട് അറിയാവുന്ന ജനങ്ങൾക്ക് വേണ്ടി അയച്ചതാണ്. ഈ പുസ്തകം മൊത്തത്തിൽ ഏഷ്യയിലെ പുരാതന റോമൻ പ്രവിശ്യയിലെ 7 സഭകൾക്കയച്ച ഒരു ലേഖനമാണ്. ഇപ്പോൾ 7 എന്നത് യോഹന്നാന് ഒരു അർത്ഥപൂർണമായ സംഖ്യയാണ്. ഇത് പഴയ നിയമത്തിലെ 7 ദിവസ ശബ്ബത്ത് കാലത്തെ ആധാരമാക്കിയുള്ള പൂർത്തീകരണത്തിന്റെ ഒരു പ്രതീകാത്മകമാണ്. ഈ പുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും 7 എന്ന സംഖ്യ യോഹന്നാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആരംഭത്തോടെ നാം ഈ പുസ്തകത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ യോഹന്നാൻ നൽകുന്നു. പ്രതീകാത്മകമായ അലങ്കാര പ്രയോഗങ്ങളിലൂടെയും സംഖ്യകളിലൂടെയുമാണ് യഹൂദ്യ അപ്പോകാലിപ്സിസ് ആശയം കൈമാറിയത്. ഇത് ലോകാവസാന സമയത്തെക്കുറിച്ചുള്ള ഒരു രഹസ്യ പ്രവചന കോഡ് അല്ല, മറിച്ച് പഴയ നിയമത്തിൽ നിന്നും എടുത്ത ഈ പ്രതീകങ്ങളെ യോഹന്നാൻ തുടർച്ചയായി ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ അർത്ഥമാക്കുന്നതെന്താണെന്ന് അവൻ പരാമർശിക്കുന്ന വചനങ്ങൾ വായനക്കാർ പോയി തിരഞ്ഞു കണ്ടുപിടിക്കുമെന്ന് യോഹന്നാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, സത്യത്തിൽ ഇത് ഒരു ലേഖനവും ആയതുകൊണ്ട് യോഹന്നാൻ യഥാർത്ഥത്തിൽ ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭകളുടെ സാഹചര്യങ്ങളെയാണ് സംബോധന ചെയ്യുന്നത്. അങ്ങനെ ഈ പുസ്തകത്തിന് വരും തലമുറയിലെ ക്രൈസ്തവരോട് ഒരുപാട് പറയുവാനുള്ളപ്പോൾ തന്നെ ഈ പുസ്തകത്തിന്റെ അർത്ഥം പ്രാരംഭമായി യോഹന്നാന്റെ സമയം, സ്ഥലം, കേൾവിക്കാർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനം ഉള്ളതായിരിക്കണം. അത് നമ്മെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. 7 സഭകൾക്കുള്ള യേശുവിന്റെ സന്ദേശം. യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ അവൻ പുനരുദ്ധാനം ചെയ്ത യേശു ലോകത്തിന്റെ രാജാവായി വാഴ്ത്തപ്പെടുന്ന ഒരു ദർശനം കണ്ടു. അവൻ കത്തുന്ന 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുകയായിരുന്നു. ഇത് ഏഷ്യയിലെ 7 സഭകളുടെ പ്രതീകാത്മകമാണെന്ന് യോഹന്നാനോട് പറയുകയുണ്ടായി. ഇത് സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഓരോ സഭയും അഭിമുഖീകരിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളെ യേശു സംബോധന ചെയ്യുവാൻ ആരംഭിക്കുന്നു. ചിലർ അവരുടെ ധനവും സമൃദ്ധിയും കാരണം ഉദാസീനരായിരുന്നു. മറ്റുള്ളവർ ധാർമ്മികമായ വിട്ടുവീഴ്ച ചെയ്യുന്നവരും. അവരുടെ ജനങ്ങൾ ഇപ്പോഴും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുകയും അന്യദേവന്മാരുടെ ദൈവാലയങ്ങളിൽ ഉറങ്ങുകയും ചെയ്തു. എന്നാൽ സഭയിലെ മറ്റുള്ളവർ യേശുവിനോട് വിശ്വസ്തരായിരിക്കുകയും പീഡകളും തീക്ഷ്ണമായ ഉപദ്രവങ്ങളും സഹിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൂടുതൽ വഷളാകുവാൻ പോകുകയാണെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ഒരു മഹാ ഉപദ്രവം സഭകളുടെ മേൽ വരാൻ പോകുന്നു. അത് അവരെ അനുരഞ്ജനമോ അല്ലെങ്കിൽ വിശ്വസ്തതയോ തിരഞ്ഞെടുക്കുവാൻ നിർബന്ധിക്കും. യോഹന്നാന്റെ സമയമായപ്പോഴേക്കും റോമൻ ചക്രവർത്തി നീറോയുടെ ക്രൈസ്തവരുടെ മേലുള്ള കൊലപാതകങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ക്രൈസ്തവരുടെ മേലുള്ള ഉപദ്രവങ്ങൾ ആരംഭിച്ചിരിക്കാം. അതുകൊണ്ട് ഉപദ്രവം ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ആഡംബരത്തിൽ ചേരുവാനോ യേശുവിനെ ത്യജിക്കുക എന്നതായിരുന്നു പ്രലോഭനം. യേശു അവരെ വിശ്വസ്തതയ്ക്കായി വിളിച്ചു. അതിനാൽ അവർക്ക് തരണം ചെയ്യുവാനോ അക്ഷരാർത്ഥത്തിൽ കീഴടക്കുവാനോ കഴിയും. ഈ സഭകളിൽ കീഴടക്കുന്നവർക്കെല്ലാം ഒരു പ്രതിഫലം യേശു വാഗ്ദാനം ചെയ്യുന്നു. ഈ ഓരോ പ്രതിഫലവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ അവസാന ദർശനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ കഥയെ നയിക്കുന്ന പ്രധാന പിരിമുറുക്കം ഈ പ്രാരംഭഭാഗം ഒരുക്കുന്നു. യേശുവിന്റെ ജനം സഹിച്ചു നിൽക്കുമോ? ദൈവം കരുതിയിരിക്കുന്ന പുതിയ ലോകം അവകാശമാക്കുമോ? എന്തുകൊണ്ടാണ് യേശുവിനോടുള്ള വിശ്വസ്തതയെ കീഴടക്കലായി വർണ്ണിക്കുന്നത്? പുസ്തകത്തിന്റെ ശേഷമുള്ള ഭാഗം യോഹന്നാന്റെ മറുപടിയാണ്. അതിനുശേഷം യോഹന്നാന് ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസനത്തിന്റെ ദർശനമുണ്ടാകുന്നു. അനേക പഴയനിയമ പ്രവാചകന്മാരിൽ നിന്നെടുത്തിട്ടുള്ള അലങ്കാര പ്രയോഗങ്ങളാൽ അവൻ ഇതിനെ വർണ്ണിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും മനുഷ്യരെയും രാഷ്ട്രങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ജീവികളും
മൂപ്പന്മാരും ദൈവത്തിനു ചുറ്റും നിൽക്കുന്നു. അവർ മഹത്വവും ബഹുമാനവും ഏകസൃഷ്ടാവായ ദൈവത്തിന് നൽകുന്നു. അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 7 മെഴുകുമുദ്രകളാൽ അടയ്ക്കപ്പെട്ട ഒരു ചുരുൾ ദൈവത്തിന്റെ കൈകളിലുണ്ട്. ഇത് പഴയനിയമ പ്രവാചകന്മാരുടെ സന്ദേശത്തെയും ദാനിയേലിന്റെ ദർശനങ്ങളുടെ മുദ്രയിട്ട ചുരുളിന്റെയും പ്രതീകാത്മകമാണ്. ഇതെല്ലാം ദൈവരാജ്യം സ്വർഗ്ഗത്തിലെ പോലെ ഇവിടെ ഭൂമിയിൽ എങ്ങനെ വരുമെന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഈ ചുരുൾ തുറക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ഒരാൾക്ക് കഴിയും എന്ന് യോഹന്നാൻ കേൾക്കുന്നതുവരെ. ഇത് യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും ആയവനായിരുന്നു. അവന് ഇത് തുറക്കുവാൻ കഴിയും. സൈനിക ജയത്തിലൂടെ ദൈവരാജ്യം കൊണ്ടുവരുന്ന മശിഹാ രാജാവിനെക്കുറിച്ചുള്ള പഴയനിയമ വിവരണങ്ങളാണിവ. ഇപ്പോൾ അതാണ് യോഹന്നാൻ കേൾക്കുന്നത്. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു അക്രമിയായ സിംഹരാജാവിനെയല്ല, മറിച്ച് ചുരുൾ തുറക്കുവാൻ തയ്യാറായി നിൽക്കുന്ന യാഗമാക്കപ്പെട്ട രക്തത്തിൽ കുളിച്ച ഒരു ജീവനുള്ള കുഞ്ഞാടിനെയാണ്. ഇപ്പോൾ യേശുവിന്റെ പ്രതീകാത്മകമായ യാഗമാക്കപ്പെട്ട കുഞ്ഞാട്, അത് ഈ പുസ്തകത്തെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയനിയമ വാഗ്ദത്തമായ ദൈവത്തിന്റെ ഭാവിയിലെ വിജയകരമായ രാജ്യം ആരംഭിച്ചത് ക്രൂശിക്കപ്പെട്ട മശിഹായിലൂടെയാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശു തന്റെ ശത്രുക്കളെ വീണ്ടെടുക്കുവാനായി സത്യ പെസഹ കുഞ്ഞാടായി അവർക്കുവേണ്ടി മരിക്കുന്നതിലൂടെ അവൻ അവരെ പരാജയപ്പെടുത്തി. പുനരുത്ഥാനം മുഖാന്തരം യേശുവിന്റെ ക്രൂശിലെ മരണം ഒരു പരാജയമായിരുന്നില്ല, അത് അവന്റെ സിംഹാസന ആരോഹണമായിരുന്നു. ഈ രീതിയിലാണ് അവൻ തിന്മയെ കീഴടക്കിയത്. അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനോട് ചേർന്നിരിക്കുന്ന കുഞ്ഞാടിനോടൊപ്പം ഈ ദർശനം അവസാനിക്കുന്നു. ഏകസത്യ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായി അവരെ ആരാധിക്കുന്നു. അപ്പോൾ യാഗമാക്കപ്പെട്ട കുഞ്ഞാട് ചുരുൾ അഴിക്കുവാൻ തുടങ്ങുന്നു. ചരിത്രത്തെ അതിന്റെ അവസാനത്തിലേക്ക് നയിക്കുന്ന അവന്റെ ദൈവിക അധികാരത്തിന്റെ പ്രതീകാത്മകമാണ് ഇത്. അത് നമ്മെ പുസ്തകത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് എത്തിക്കുന്നു. 7ന്റെ 3 ചക്രങ്ങൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ. ഓരോ ചക്രവും സ്വർഗ്ഗത്തിലെ പോലെ ഇവിടെ ഭൂമിയിലും വരുന്ന ദൈവരാജ്യത്തെയും നീതിയെയും വർണ്ണിക്കുന്നു. ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ 7 ദൈവിക ന്യായവിധിയുടെ 3 ഗണങ്ങൾ സംഭവങ്ങളുടെ ഒരു നേരെയായ ക്രമത്തിൽ ആണെന്നാണ്. കഴിഞ്ഞ കാലത്തിൽ നടന്നതോ ഇപ്പോൾ നടക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ യേശു മടങ്ങിവരുമ്പോൾ സംഭവിക്കുന്നതോ ആയ കാര്യങ്ങളായിരിക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, ഈ എല്ലാ 7കളെയും എങ്ങനെയാണ് യോഹന്നാൻ ഒരുമിച്ച് ചേർക്കുന്നത്? അവസാന 7 കലശങ്ങൾ 7 കാഹളങ്ങളിൽ നിന്നും മുദ്രകളിൽ നിന്നും പുറത്തുവരുന്നു. പിന്നെ 7 കാഹളങ്ങൾ 7ാമത്തെ മുദ്രയിൽ നിന്നും ഉയർന്നുവന്നു. അവ വലിയതിൽ നിന്നും ചെറുതുവരെയുള്ള പാവകളെപ്പോലെയാണ്. ഓരോ 7ലും അടുത്ത 7 അടങ്ങിയിരിക്കുന്നു. 7ന്റെ ഓരോ പരമ്പരയും അവസാന ന്യായവിധിയിൽ എങ്ങനെ അവസാനിക്കുന്നതെന്നും അവയ്ക്ക് ചേർച്ചയുള്ള സമാപ്തിയുണ്ടെന്നും ശ്രദ്ധിക്കുക. അങ്ങനെ യോഹന്നാൻ 7ന്റെ ഓരോ ഗണത്തെയും യേശുവിന്റെ പുനരുത്ഥാനത്തിനും അവന്റെ മടങ്ങിവരവിനും ഇടയിലുള്ള കാലഘട്ടത്തെ 3 വ്യത്യസ്ത കാഴ്ചപ്പാടിൽ വർണ്ണിക്കുവാൻ ഉപയോഗിക്കുകയായിരിക്കാം. അറുക്കപ്പെട്ട കുഞ്ഞാട് ചുരുളിന്റെ ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുവാൻ ആരംഭിക്കുന്നു. യോഹന്നാൻ 4 കുതിരക്കാരെ കാണുന്നു. ഇത് സെക്കര്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു സാദൃശ്യമാണ്. അവ യുദ്ധത്തിന്റെയും വിജയത്തിന്റെയും വരൾച്ചയുടെയും മരണത്തിന്റെയും സമയത്തിന്റെയും പ്രതീകമാകുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യചരിത്രത്തിലെ ദാരുണമായ ഒരു ദിനം. പിന്നീട് 5ാമത്തെ മുദ്ര കുല ചെയ്യപ്പെട്ട ക്രൈസ്തവ രക്തസാക്ഷികളെ ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസനത്തിന് മുന്നിൽ വിവരിക്കുന്നു. അവരുടെ നിഷ്കളങ്കമായ രക്തത്തിന്റെ നിലവിളി ദൈവത്തിന്റെ മുൻപിൽ യാഗപീഠത്തിൽ നിന്നും ഉയരുന്ന സുഗന്ധവസ്തുക്കളുടെ പുക പോലെ പൊങ്ങുന്നു. അവരോട് വിശ്രമിക്കുവാൻ പറയുന്നു, കാരണം ധാരാളം ക്രൈസ്തവർ ഇനിയും മരിക്കുവാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമ്മളോട് പറയുന്നില്ല, എന്നാൽ അത് എന്നേക്കുമായിട്ടല്ല എന്ന് നമ്മളോട് പറയുന്നു. 6ാമത്തെ മുദ്ര അവരുടെ നിലവിളിക്കുള്ള ദൈവത്തിന്റെ അവസാന മറുപടിയാണ്. അവൻ യെശയ്യാവിലും യോവേലിലും വിവരിച്ചിരിക്കുന്ന കർത്താവിന്റെ നാൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഭൂമിയിലെ ജനങ്ങളെല്ലാം നിലവിളിക്കും. ആർക്ക് നിൽപ്പാൻ കഴിയും? പെട്ടെന്ന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഒരു ഇടവേള പോലെ യോഹന്നാൻ അവിടെ നിർത്തുന്നു. യോഹന്നാൻ രാജമുദ്രയുള്ള മോതിരവുമായി ഒരു ദൂതൻ വരുന്നത് കാണുന്നു. ഈ ക്ലേശങ്ങൾ എല്ലാം സഹിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് സംരക്ഷണത്തിന്റെ മുദ്രയിടുവാനാണ് ദൂതൻ വരുന്നത്. മുദ്രയിടപ്പെട്ടവരുടെ സംഖ്യ അവൻ കേൾക്കുന്നു. 1,44,000 പേർ. ഇത് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിലെ പോലെ ഒരു സൈനിക കണക്കെടുപ്പാണ്. 12 ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 12,000 പേരുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ജയാളിയായ യഹൂദാ സിംഹത്തിനെക്കുറിച്ച് യോഹന്നാൻ കേട്ടതുപോലെ ഈ സൈന്യത്തിന്റെ സംഖ്യയാണ് അവൻ കേട്ടത്. പക്ഷേ 2 സന്ദർഭങ്ങളിലും അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിലാണ് ആ സൈനിക സങ്കല്പങ്ങളുടെ വിസ്മയകരമായ പൂർത്തീകരണം അവൻ കണ്ടത്. അങ്ങനെ അവൻ ദൈവരാജ്യത്തിന്റെ ഈ മശിഹാ സൈന്യത്തെ കാണുമ്പോൾ അത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ പുരാതന വാഗ്ദത്തം പൂർത്തീകരിക്കുന്നു. കാരണം ഇത് എല്ലാ രാഷ്ട്രങ്ങളിലെയും ജനങ്ങളാൽ രൂപീകരിച്ചതായിരുന്നു. ദൈവത്തിനു മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന
കുഞ്ഞാടിന്റെ വിവിധ വംശത്തിൽ നിന്നുള്ള സൈന്യം ഇതായിരുന്നു. കാരണം അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ അവർ കീഴടക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ശത്രുക്കളെ കൊല്ലുന്നതിലൂടെയല്ല, മറിച്ച് കുഞ്ഞാടിനെപ്പോലെ ഉപദ്രവം സഹിച്ച് സാക്ഷിയാകുന്നതിലൂടെയാണ്. അതിനുശേഷം ഏഴാമത്തേതും അവസാനത്തേതുമായ മുദ്ര പൊട്ടിച്ചു. എന്നാൽ ചുരുൾ തുറക്കുന്നതിനു മുമ്പ് 7 മുന്നറിയിപ്പ് കാഹളങ്ങൾ ഉയർന്നുവരികയും ധൂപവർഗ യാഗപീഠത്തിൽ നിന്നും തീയെടുത്തു. ഇത് രക്തസാക്ഷികളുടെ നിലവിളികളുടെ പ്രതീകാത്മകമാണ്. അത് ഭൂമിയിലേക്ക് എറിയപ്പെട്ട് കർത്താവിന്റെ നാളിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ 7 കാഹളങ്ങളോടുകൂടെ യോഹന്നാൻ പിന്നിലേക്ക് പോയി കഥ വീണ്ടും പറയുന്നു. ഇത്തവണ പുറപ്പാട് കഥയിലെ സാദൃശ്യത്തിൽ നിന്നാണ്. ആദ്യ 5 കാഹള ശബ്ദങ്ങൾ മിസ്രയീമിന്റെ മേൽ അയച്ച ബാധകളുടെ പുനർദൃശ്യമാണ്. 6-ാമത്തെ കാഹളം ആദ്യ 4 മുദ്രകളിൽ നിന്നും വന്ന 4 കുതിരക്കാരെ പുറപ്പെടുവിക്കുന്നു. പക്ഷേ പിന്നീട് ഈ ബാധകൾ എല്ലാം ഉണ്ടായിട്ടും രാഷ്ട്രങ്ങൾ പുറപ്പാട് കഥയിലെ ഫറവോനെ പോലെ മാനസാന്തരപ്പെട്ടില്ലെന്ന് യോഹന്നാൻ പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി കൊണ്ട് മാത്രം ജനങ്ങളെ അവന്റെ മുമ്പിൽ താഴ്മയോടുള്ള മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരികയില്ലെന്ന് തോന്നുന്നു. ശേഷം മറ്റൊരു ഇടവേളയോടുകൂടെ യോഹന്നാൻ നിർത്തുന്നു. ഒരു ദൂതൻ കുഞ്ഞാട് തുറന്ന് മുദ്രയില്ലാത്ത ചുരുൾ കൊണ്ടുവരുന്നു. യെഹെസ്കേലിനെ പോലെ യോഹന്നാനോടും ചുരുൾ തിന്നിട്ട് അതിലെ സന്ദേശം രാഷ്ട്രങ്ങളോട് പ്രസ്താവിക്കുവാൻ പറഞ്ഞു. അവസാനം കുഞ്ഞാടിന്റെ ചുരുൾ തുറക്കപ്പെട്ടു. എങ്ങനെയാണ് ദൈവരാജ്യം ഇവിടെ ഭൂമിയിൽ വരുന്നതെന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കും. ചുരുളിന്റെ ഉള്ളടക്കം 2 പ്രതീകാത്മകമായ ദർശനങ്ങളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാരംഭമായി യോഹന്നാൻ ദൈവാലയത്തെയും യാഗപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന രക്തസാക്ഷികളെയും കാണുന്നു. അവരെ അളന്നു വേർതിരിക്കുവാൻ അവനോട് പറഞ്ഞു. ഇത് സെക്കര്യാവ് 2-ാം അധ്യായത്തിൽ നിന്നുമെടുത്ത സംരക്ഷണത്തിന്റെ ഒരു സാദൃശ്യമാണ്. എന്നാൽ പട്ടണത്തിന്റെ പുറത്തുള്ള പ്രാകാരം ഒഴിവാക്കപ്പെട്ടു. അവ രാഷ്ട്രങ്ങളാൽ ചവിട്ടിമെതിക്കപ്പെടും. ഇപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഭൂതകാലത്തിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതോ ആയ യെരുശലേമിന്റെ പതനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ യോഹന്നാൻ യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും സമ്പ്രദായത്തെ പിന്തുടരുവാനായിരിക്കാം കൂടുതൽ സാധ്യത. അവരെല്ലാം പുതിയ ദൈവാലയത്തെ ദൈവത്തിന്റെ പുതിയ ഉടമ്പടി ജനങ്ങളുടെ പ്രതീകമായി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രങ്ങളാൽ യേശുവിന്റെ അനുയായികൾ ഉപദ്രവം സഹിക്കുമെന്നുള്ളതിന്റെ ഒരു സാദൃശ്യമാണിത്. പുറമേയുള്ള ഈ പരാജയത്തിന് കുഞ്ഞാടിലൂടെ അവർക്ക് ലഭിച്ച വിജയത്തെ എടുത്തുകളയുവാൻ സാധ്യമല്ല. ഈ ആശയം ചുരുളിന്റെ 2-ാം ദർശനത്തിൽ വിശദീകരിക്കപ്പെടുന്നു. ദൈവം 2 സാക്ഷികളെ രാഷ്ട്രങ്ങൾക്ക് പ്രവചന പ്രതിനിധികളായി നിയമിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് ഭാവിയിൽ ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്ന 2 പ്രവാചകന്മാരെപ്പറ്റിയാണ് പരാമർശിക്കുന്നതെന്ന് ചില ആളുകൾ ചിന്തിക്കുന്നു. എന്നാൽ യോഹന്നാൻ അവയെ നിലവിളക്കുകൾ എന്ന് വിളിക്കുന്നു. ഈ വാക്ക് സഭകൾക്കു വേണ്ടി താൻ ഉപയോഗിച്ച പ്രതീകങ്ങളിൽ വ്യക്തമായ ഒന്നാണ്. അതിനാൽ ഈ ദർശനം യേശുവിന്റെ അനുയായികളുടെ പ്രവചന കർത്തവ്യത്തെക്കുറിച്ച് ആകാനാണ് കൂടുതൽ സാധ്യത. അവർ മോശയുടെയും ഏലിയാവിന്റെയും കർത്തവ്യം ഏറ്റെടുത്ത് വിഗ്രഹാരാധികളായ രാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെയും ഏകസത്യദൈവത്തിലേക്ക് മടങ്ങുവാൻ അവരെ വിളിക്കണം. എന്നാൽ പെട്ടെന്ന് ഭയാനകമായ ഒരു മൃഗം പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ വായനക്കാരൻ ദാനിയേൽ 7-ാം അധ്യായം ഓർക്കേണ്ടതാണ്. ആ മൃഗം സാക്ഷികളെ കീഴടക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് ദൈവം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അവരെ ഉപദ്രവിച്ചവരുടെ മുമ്പിൽ സാക്ഷികളെ നിർദോഷീകരിക്കുകയും ചെയ്യുന്നു. അന്തിമഫലം എന്തെന്നാൽ രാഷ്ട്രങ്ങളിൽ പലരും അവസാനം മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ നാളിൽ സൃഷ്ടാവായ ദൈവത്തിന് മഹത്വം കൊടുക്കും. നമ്മൾ ഇവിടെ നിർത്തി. ഇതുവരെയുള്ള കഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. പുറപ്പാടിലെ ബാധകൾ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതുപോലെ മുദ്രകളിലൂടെയും കാഹളങ്ങളിലൂടെയുമുള്ള ദൈവത്തിന്റെ ന്യായവിധികൾ രാഷ്ട്രങ്ങൾക്കിടയിൽ മാനസാന്തരം ഉളവാക്കിയില്ല. എന്നാൽ കുഞ്ഞാട് അവന്റെ ശത്രുക്കളെ സ്നേഹത്തിലൂടെയും അവർക്കുവേണ്ടി മരിക്കുന്നതിലൂടെയും കീഴടക്കി. ഇപ്പോൾ കുഞ്ഞാടിന്റെ ചുരുൾ അവന്റെ സൈന്യമായ സഭയുടെ ദൗത്യത്തെ വെളിപ്പെടുത്തുന്നു. അവരുടെ ശത്രുക്കളെ കൊല്ലാതെ അവർക്കുവേണ്ടി മരിക്കുക എന്ന കുഞ്ഞാടിന്റെ ആ സ്നേഹത്യാഗത്തെ സഭ അനുകരിക്കുന്നത് രാഷ്ട്രങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം വെളിപ്പെട്ടുവരും. യേശുവിന്റെ അനുയായികളിലൂടെ കാണിച്ച ദൈവത്തിന്റെ കരുണയാണ് രാഷ്ട്രങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നത്. ഈ വിസ്മയകരമായ പ്രഖ്യാപനമാണ് മുഴുപുസ്തകത്തിന്റെയും മധ്യത്തിൽ യോഹന്നാൻ വച്ചിരിക്കുന്ന തുറന്ന ചുരുളിന്റെ സന്ദേശം. അതിനുശേഷം അവസാന കാഹളം മുഴങ്ങുകയും സ്വർഗത്തിലെ പോലെ ഇവിടെ ഭൂമിയിൽ ദൈവരാജ്യം വരികയും രാഷ്ട്രങ്ങൾ വിറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് സഭ രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും പുതിയ സൃഷ്ടിയെ അവകാശമാക്കുകയും ചെയ്യുന്നതെന്ന്. പക്ഷേ ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്ത ആ ഭയങ്കരമായ മൃഗം ആരാണ്? മുഴുവൻ കഥ എങ്ങനെയായി മാറും? അത് വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം പകുതിയിൽ യോഹന്നാൻ നമ്മളോട് പറയും.